എങ്ങോട്ടാ ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നതെന്നല്ലേ? ഇച്ചിരി ചോറും കറിയും കഴിക്കാനാ. ജപ്പാനിൽ വന്ന് ഒരാഴ്ച ചോറില്ലാതെ പിടിച്ചു നിന്നു. ഇനി പറ്റത്തില്ല. സോ നമുക്ക് ചോറണം. ആദ്യത്തെ ഒരാഴ്ച ജപ്പാനിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ചോറും കറിയും കിട്ടാത്തതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റൊക്കെ കുറഞ്ഞ് റാമനും നൂഡിൽസൊക്കെ കഴിച്ചു മടുത്ത് ചോറുണ്ണാൻ ഭയങ്കര കൊതിയായിരുന്നു. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച യൂണിവേഴ്സ് ഇത് നടത്തി തരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെയായിരുന്നു ഈ കടയിൽ വന്നപ്പം. പക്ഷേ അല്ലേ, ഇവിടെ അങ്ങനത്തെ ഇംഗ്ലീഷ് പാട്ടൊന്നും അല്ല ശരിക്കും ഇടണ്ടേ, മലയാളം പാട്ടൊക്കെ ഇടണ്ടേ. കേരനിരകളാടും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറും കറി എത്തി. ഇച്ചിരി ചോറും കറി ആഗ്രഹിച്ചു പോയി ഞങ്ങൾക്ക് ഒരു പാത്രം നിറച്ച് കറിയാണ് തന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, സാമ്പാറും പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ചോറുണ്ടപ്പോൾ ഉള്ളൊരു ആശ്വാസം. മിനി പരിപ്പടയൊക്കെ ഉണ്ട് അതിനകത്ത്. സാധാരണ കഞ്ഞിവെള്ളം ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലെങ്കിലും ചോറുണ്ട് കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ചാൽ നല്ല സുഖമുണ്ടെന്നറിയാൻ ജപ്പാൻ വരെ വരേണ്ടി വന്നു. ഊണ് കഴിഞ്ഞാൽ അല്പം മധുരമാവണമല്ലോ. ഒരു പായസമൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളത് കഴിച്ച് ഇവിടുത്തെ ഷെഫിനോട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. 3 months. Oh yeah, we're from Korea, so. ട്രാവൽ ചെയ്യുമ്പം അവിടുത്തെ സ്ഥലങ്ങൾ മാത്രമല്ല, അവിടുത്തെ ആൾക്കാരും അവരുടെ കഥകളും ഒക്കെ ട്രാവലിൻ്റെ ഒരു പാർട്ടാന്ന് പറയുന്നത് വെറുതെ അല്ല. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളായിരുന്നു ഈ ഷെഫ്. പുള്ളിയുടെ കഥയിൽ എന്താ ഇത്ര ഇൻസ്പയറിംഗ് എന്നല്ലേ? അതിന് എപ്പോഴെങ്കിലും നിങ്ങൾ ജപ്പാനിൽ പോകുമ്പോൾ ഈ ചേട്ടൻ്റെ കടയിലൊന്ന് പോയി നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.